പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാ ചങ്കുകൾക്കും സ്വാഗതം. അപ്പോൾ ഇന്നൊരു കുഞ്ഞു വീഡിയോ കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ ഇന്ന് സ്കൂൾ തുറക്കുന്ന ദിവസമാണ്. അപ്പോൾ ആരും ഇന്ന് സ്കൂളിൽ പോയിട്ടില്ല കേട്ടോ. അപ്പോൾ നമ്മളിന്ന് റിയാസ് ഖാൻ്റെ വണ്ടി അത്യാവശ്യം പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി കുഞ്ഞു കുഞ്ഞു പണികൾ തന്നെ ഉള്ളൂ കേട്ടോ. അപ്പോൾ വണ്ടി കിട്ടിയപ്പോൾ നമ്മൾ ഇത്ര ദിവസം വണ്ടി ഇല്ലാണ്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ റിയാസ് ഖാൻ്റെ കാലിന് സുഖമില്ലാണ്ടായി. അപ്പോൾ നമ്മൾ മുമ്പ് കാണിച്ചിട്ടുണ്ടായിരുന്നു അവിടെ പാണ്ടിക്കാട് എന്ന് പറയുന്ന സ്ഥലത്ത് ആയുർവേദം. അപ്പോൾ ഇംഗ്ലീഷ് മരുന്ന് റിയാസ് ഖാക്ക് ചെയ്യുന്നില്ല കേട്ടോ, മാറണില്ല. കുറേ ഗുളിക കഴിച്ചും ഭേദമില്ല. അപ്പോൾ അവിടുത്തെ മരുന്നാട്ടോ ചെയ്യുന്നത്. അപ്പോൾ പ്രാവശ്യം അവിടെ കാണിച്ചിട്ടാണ് കഴിഞ്ഞ കൊല്ലം ഇതുപോലെ വന്നിട്ട് അവിടുന്ന് മരുന്ന് കഴിച്ചിട്ടാട്ടോ മാറിയത്. അപ്പോൾ ഞാൻ വോയിസ് വേറെ കൊടുക്കുക കേട്ടോ, അതൊരു ക്ലിയർ ഇല്ലാത്തതുകൊണ്ട്. അപ്പോൾ ഇതും ക്ലിയർ ഉണ്ടോയെന്ന് അറിയില്ല, ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. മൈക്കൊന്നും ഇല്ല എൻ്റെ കയ്യിൽ, അതുകൊണ്ട് സൗണ്ട് ഇത്തിരി ക്ലിയർ കുറവുണ്ടാവും. അപ്പം നമ്മൾ പാണ്ടിക്കാട് എന്ന സ്ഥലത്താട്ടോ ആയുർവേദ മരുന്നാണ് റിയാസ് ഖാക്ക് ചെയ്തുള്ളൂ. കാലിൽ നീരും വേദനയും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് സ്കൂൾ ഉച്ചവരെയല്ലേ ഉണ്ടാവുള്ളൂ. അപ്പോൾ എന്തായാലും പിന്നെ ഇവിടുന്ന് അങ്ങോട്ട് സ്കൂൾ ട്രിപ്പൊക്കെ എടുക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ കാല് ഒരുപാട് നീരും വേദനയും കൂടും. അപ്പോൾ എന്തായാലും ഇന്ന് കാണിച്ച് മരുന്ന് വാങ്ങിക്കാമെന്ന് പറഞ്ഞിട്ട് പിടിച്ച് വലിച്ച് കൊണ്ടുപോകാം കേട്ടോ. മൂപ്പര് വരുന്നില്ല, ഞാൻ വിളിച്ച് കൊണ്ടുപോവുകയാണ്. കാലല്ലേ, നമുക്ക് വേറെ എന്തെങ്കിലും നമ്മുടെ ഏതൊരു അവയവമാണെങ്കിലും നമുക്കത് പ്രധാനമല്ലേ. അപ്പോൾ ചുമരുണ്ടെങ്കിലല്ലേ ചിത്രം എഴുതാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞ പോലെയാണ് നമ്മുടെ അവസ്ഥ. അപ്പോൾ കൊണ്ടുപോയി കാണിച്ചിട്ടില്ലെങ്കിൽ പിന്നീട് അത് ബുദ്ധിമുട്ടാവും. അപ്പം ഇനി മറ്റേ വാദത്തിൻ്റെ ആണോ എന്താണെന്നുള്ളത് അറിയില്ല. പോയി ടെസ്റ്റ് അന്ന് ഇതുപോലെ ടെസ്റ്റൊക്കെ തന്നതായിരുന്നു കേട്ടോ. അപ്പോൾ റിയാസ്ക്ക് വന്നേ ഇല്ല. പിന്നെ അവിടുത്തെ മരുന്നൊക്കെ കഴിച്ചപ്പോൾ വേദനയും നീരും കുറഞ്ഞപ്പോൾ മൂപ്പര് അത് വിട്ടുകയും ചെയ്തു. പിന്നെ അതാ വീണ്ടും പ്രാവശ്യം ഇക്കൊല്ലം അതുപോലെ വന്നു കേട്ടോ. അപ്പോൾ എന്താണെന്നുള്ളത് ഇന്ന് ടെസ്റ്റ് ചെയ്ത് കണ്ടുപിടിക്കണം. അപ്പോൾ ഇപ്രാവശ്യം എന്തായാലും പിടിച്ച് വലിച്ച് കൊണ്ടുപോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ നമുക്ക് ഇന്നിപ്പോൾ സ്കൂളുണ്ട്, എന്നാലും കുട്ടികളെയും കൊണ്ട് പോകാമെന്ന് കേട്ടോ. അവിടെ ഒറ്റയ്ക്ക് ഇട്ടിട്ട് പോകാനും പറ്റില്ല, പിന്നെ ദൂരം കൂടുതലുള്ളതല്ലേ. അപ്പം നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ രാവിലെ ഒരു 10:30 ഇറങ്ങിയത്. അപ്പോൾ രാവിലത്തെ ചായ കൂടി കഴിഞ്ഞിട്ട് അങ്ങനെ ഇറങ്ങിയതാണ്. പിന്നെ ഇവിടുന്ന് കുറച്ച് നല്ല ദൂരമുണ്ട്, പാണ്ടിക്കാട് എന്ന് പറയുന്ന സ്ഥലമാണ്. പക്ഷെ നല്ല മരുന്നാട്ടോ, അവിടെ കാണിച്ച എല്ലാ അസുഖത്തിനുള്ള മരുന്നുണ്ട് കേട്ടോ. എല്ലാവരും അവിടെ തന്നെ നല്ല അഭിപ്രായമാണ് പറയണത്. റഫീഖ് ഡോക്ടർ എന്നാട്ടോ ഡോക്ടറിൻ്റെ പേര്. ചിലപ്പോൾ നിങ്ങൾക്കൊക്കെ അറിയുമായിരിക്കും, പാണ്ടിക്കാട് എന്ന് പറയുമ്പോൾ തന്നെ അറിയുമായിരിക്കും. എല്ലാത്തിനും നമുക്ക് പേന് മറ്റേ എല്ലാ സൂക്കടങ്ങും കേട്ടോ, നല്ല മരുന്നാണ്. നമ്മുടെ ചർമ്മത്തിലുള്ള ഓരോ പാട് ഇതൊക്കെ പോകാൻ എല്ലാത്തിനും നല്ലൊരു ഇതാണ് കേട്ടോ അവിടെ കിട്ടുന്നത്. ഇത് ഞാൻ അധികം വീഡിയോസൊന്നും എടുത്തിട്ടില്ല. നമ്മൾ ഇങ്ങനെ ജസ്റ്റ് പോയി വരുന്ന വീഡിയോ ഒക്കെ മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ. ഇനി പോകണതില്ല പാട്, പോയി വന്നു കഴിഞ്ഞാൽ വേറെയും പണികളായിരിക്കും. അപ്പോൾ നമുക്ക് എവിടെയും പോകണതാ പാട്. വലിയ എന്താ പറയുക, കുറേ ദൂരം ഇരിക്കുമ്പോൾ ആൾക്കും ക്ഷീണം തട്ടും. പിന്നെ കാലം അത്രയും ദൂരം ഇങ്ങനെ ഇട്ട ശേഷം ഒരുപാട് നീരും വേദനയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ മൂപ്പർക്ക് ആ ദേഷ്യം, അതിന് പുറമെ അവിടുത്തെ റോഡൊക്കെ മോശമാണ് കേട്ടോ. അപ്പോൾ വയ്യാത്ത ആൾക്കാരൊക്കെ കൊണ്ടുപോയിക്കുന്നത് ആ ദേഷ്യം വരും, അങ്ങനെ ഒരു അവസ്ഥ. അപ്പോൾ ഞാൻ റിയാസ് ഖാക്ക് വേദന കൊണ്ട് വണ്ടി ഓട്ടാനൊന്നും പറ്റാണ്ട് എങ്ങനെയൊക്കെ ഞങ്ങൾ അവിടെ എത്തിയിട്ടോ. പിന്നെ ഒട്ടമല ഇറങ്ങാനായി. പിന്നെ കുറേ ദൂരം ഇരിക്കണം കേട്ടോ, അങ്ങോട്ടും ഇങ്ങോട്ടും. 72 കിലോമീറ്റർ അങ്ങനെ എന്തോ ഉണ്ട് തോന്നുന്നു. അപ്പോൾ പിന്നെ ഞങ്ങൾ അവിടെ എത്തുമ്പോൾ 2:45 ആയിട്ടോ. ഉച്ചയായപ്പോൾ പിന്നെ കുട്ടികൾക്ക് വിശക്കണമെന്ന് പറഞ്ഞപ്പോൾ ഫുഡൊക്കെ വാങ്ങിച്ചു കൊടുത്തിട്ടാണ് നമ്മൾ ഇവിടുന്ന് പോയത്. രാവിലെ 10 മണിക്ക് കഴിച്ചതല്ലേ, 9 മണിക്ക് കഴിച്ചതല്ലേ. അപ്പം പിന്നെ നമ്മളവിടെ എത്തുമ്പോൾ ദൂരമുണ്ട്. പിന്നെ മെല്ലെ പോകാൻ പറ്റുള്ളൂ, കാലം കൊണ്ട് വയ്യാത്ത കാരണം മെല്ലെ പതുക്കെ ഓട്ടാൻ പറ്റുള്ളൂ കേട്ടോ. പിന്നെ നമ്മുടെ കൂട്ടുകാർ നമുക്ക് വേണ്ടി ഒരുപാട് എല്ലാവരും സപ്പോർട്ട് അറിഞ്ഞതിൽ ഭയങ്കര സന്തോഷം. അപ്പോൾ ഇനിയും നിങ്ങളുടെ സപ്പോർട്ടൊക്കെ വേണം. ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കൊക്കെ ഒന്ന് ഫോളോ ചെയ്യുക കേട്ടോ എല്ലാവരും. യൂട്യൂബും ഒന്ന് ഫോളോ ചെയ്യുക. അപ്പോൾ നമ്മൾ ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കൊക്കെ ചെറിയ തോതിൽ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും അതിൽ പോയി ഒന്ന് ഫോളോ ചെയ്യുക. ഫ്രണ്ട്സുകൾക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക കേട്ടോ, ഗ്രൂപ്പുകളിലൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. നമ്മുടെ കുഞ്ഞു ഫാമിലിക്ക് വേണ്ടി എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മുടെ ബലം. നമുക്കിതൊന്നും കിട്ടിയിട്ടൊന്നുമല്ല, എന്നാലും നമുക്ക് ഇങ്ങനെ ഒരു ഫാമിലീനെ കിട്ടിയത് ഭയങ്കര സന്തോഷമല്ലേ. കുറേ ആളുകളെ പരിചയപ്പെടാനും ഒക്കെ കഴിഞ്ഞു. ഈ നമുക്ക് യൂട്യൂബ് ചാനലുള്ളതുകൊണ്ട് നമുക്ക് കുറച്ച് കൂടപ്പിറപ്പ് പോലെ കുറേ ആളുകളെ കിട്ടി, ഒക്കെ ഭയങ്കര സന്തോഷമല്ലേ. സ്വത്തും മുതലിനൊക്കെ നമുക്ക് സ്നേഹബന്ധങ്ങളല്ലേ വലുത്. പിന്നെ കുട്ടികൾക്ക് ഞാൻ ചോറൊക്കെ വാങ്ങിച്ചു കൊടുത്തിട്ട് പിന്നെ നമ്മളങ്ങനെ പോയിട്ടോ. ഇതാട്ടോ സ്ഥലം എത്തി, ബസ് സ്റ്റാൻഡിൻ്റെ മുകളിലായിട്ടോ ഈ ഡോക്ടർ. പിന്നെ ഇതാണ് ഇവിടെ കേട്ടോ സ്ഥലം. പിന്നെ പോയതും തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഡോക്ടർ 1 മണിക്ക് പോണ ആൾ 2:45 വരെ ഭാഗ്യം കൊണ്ടുണ്ടായിരുന്നു. പിന്നെ 3 മണിക്കേ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ എന്തായാലും ഇതാട്ടോ ഡോക്ടർ റഫീഖ് ഡോക്ടർ പറയും.
അപ്പോൾ ജസ്റ്റ് ഞാൻ അങ്ങനെ കാണിച്ചതാണ്. പിന്നെ നമുക്ക് ഫീസില്ല, ഡോക്ടർ ഫീസില്ല മരുന്നിനാട്ടോ. പിന്നെ അവിടെ എത്തുമ്പോഴത്തേനും ഫുഡൊക്കെ കഴിച്ചാൽ അവിടുത്തെ ഭയങ്കര ദാഹം, ചൂടൊക്കെ അല്ലേ. ഞാൻ റിയാസ്ക്ക് കാല് വേദനിച്ചിട്ട് അങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. പിന്നെ ഇതാ മരുന്ന് വാങ്ങാൻ വേണ്ടി ഇരിക്കുകയാണ്. മരുന്നൊക്കെ വാങ്ങിച്ച് പിന്നെ ഞങ്ങൾ അവിടുന്ന് 3 മണിക്കാട്ടോ ഇറങ്ങിയത്. 3 മണിക്ക് ഇറങ്ങി. അപ്പോൾ അവിടെ എത്തുമ്പോഴത്തേനും കാല് ഭയങ്കരമായിട്ട് വീർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇങ്ങനെ വേദനയും നീരും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ പാവം കാല് മേലേക്ക് നൊണ്ടിട്ടാട്ടോ നടക്കുന്നത്. അങ്ങനെ ഒരു അവസ്ഥ ആയിപ്പോയി. പിന്നെ ഇതാ ഞങ്ങളങ്ങനെ ഇറങ്ങുമ്പോൾ സമയം 3 മണിയായിട്ടോ. പിന്നെ അവിടുന്ന് പതുക്കെ ഞങ്ങൾ വണ്ടിയിൽ മെല്ലെ വന്നു. പിന്നെ അവിടുത്തെ റോഡ് കംപ്ലീറ്റ് മോശമാണ് കേട്ടോ. കുണ്ടും കുഴിയും എന്താ പറയുക, വണ്ടിയൊക്കെ കൊണ്ടുപോയി കഴിഞ്ഞാൽ വേഗം കേട് വരും, അങ്ങനെ ഒരു ഇത്. പിന്നെ അധികം നേരം നമുക്ക് പോയതും തിരക്കില്ലാത്തതുകൊണ്ട് വേഗം കാണിക്കാനും മരുന്നൊക്കെ വേഗം കിട്ടിയിട്ട് അതുകൊണ്ട് ഭാഗ്യം. താഴെ ബസ് സ്റ്റാൻഡാട്ടോ, മുകളിലാണ് ഡോക്ടറിൻ്റെ കാണിക്കുന്നത്. അങ്ങനെ ഞങ്ങളിതാ വണ്ടിക്ക് കയറി. അങ്ങനെ നമ്മൾ പാണ്ടിക്കാട് നിന്ന് തിരിച്ചു വിട്ടാം. മരുന്ന് വാങ്ങിച്ചു, ഡോക്ടറെ കാണിച്ചു, മരുന്ന് വാങ്ങിച്ചു അല്ലേ. നമ്മളിനി വീട്ടിലേക്ക് മടങ്ങുകയാണ് കേട്ടോ. ഇന്ന് മഴയില്ല, അതെ വെയിലടിക്കുന്നത്, നല്ല ചൂടുണ്ട്. അപ്പോൾ ഞങ്ങൾ അവിടുന്ന് ഹോസ്പിറ്റലിൽ ഞാനേ ഇങ്ങോട്ട് വന്നു. ഇനി വീടൊക്കെ കേട്ടോ. പിന്നെ നമ്മളൊരു 5 മണിയൊക്കെ ആയപ്പം കുട്ടികൾക്ക് ചായ വാങ്ങിച്ചു കൊടുത്തു കേട്ടോ. പിന്നെ അവിടുന്ന് ചായയൊക്കെ കുടിച്ചിട്ട് പിന്നെ ചെറിയൊരു മഴക്കാറുണ്ടായിരുന്നു. അപ്പോൾ കുട്ടികൾക്ക് ഓരോ കടിയും ചായയൊക്കെ വാങ്ങിച്ചു കൊടുത്തു കേട്ടോ 5 മണിയായപ്പോൾ. പിന്നെ അവിടുന്ന് ഞങ്ങൾ അതൊക്കെ കുടിച്ച് മെല്ലെ പിന്നെ വീണ്ടും വന്നു. പിന്നെ വരുമ്പോൾ നമ്മുടെ റെയിൽവേൻ്റെ അവിടെ എത്തിയപ്പോൾ ഭയങ്കര ബ്ലോക്കായിരുന്നു കേട്ടോ. ബ്ലോക്ക് എന്ന് പറഞ്ഞാലും പോലെ നല്ല ബ്ലോക്കായിരുന്നു. പിന്നെ ഇനി വീട്ടിൽ പോയിട്ട് വേണം കേട്ടോ ചോറും കൂട്ടാനൊക്കെ വെക്കണമെങ്കിൽ, രാത്രിക്കല്ലേ അത്. അപ്പോൾ ഇതാ കണ്ടില്ലേ ബ്ലോക്ക്. പ്രിയാസ്ക്കൊക്കെ ദേഷ്യം വേണ്ടിയിട്ട് കേട്ടോ, കാല് വേദനിച്ചിട്ട് നല്ല ബ്ലോക്കായിരുന്നു. അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവരും ഫുള്ളായി കണ്ട് ലൈക്ക് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ കൂട്ടുകാരെ. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. പിന്നെ കൂടുതലായിട്ടൊന്നും പറയാനില്ല എനിക്ക്. പിന്നെ നമ്മളിതാ ബ്ലോക്കൊക്കെ കഴിഞ്ഞ് അവിടെ എത്തുമ്പം 7 മണിയായി കേട്ടോ. വീടെത്തുമ്പം 7 മണിയായി. പിന്നെ പോണ വഴിക്ക് ഓരോ വെള്ളമൊക്കെ മേടിച്ച് കുടിച്ചു കേട്ടോ, കുപ്പിവെള്ളം. പിന്നെ അങ്ങനെ നമ്മൾ വീടെത്തിയപ്പോൾ നമ്മുടെ ഓണർ ചേച്ചി നമുക്കൊരു ചക്ക തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ, എത്തുകൊണ്ട്. പിന്നെ ഞാൻ വന്നതും ചോറ് വെച്ചു കൂട്ടാൻ. പിന്നെ കുറച്ച് വരുമ്പോൾ ഞാൻ മീൻ വാങ്ങിയിട്ട് കേട്ടോ വന്ന്. അപ്പം നാളേക്കും ആയല്ലോ, കറി വെച്ച രാത്രിക്കും നാളേക്കും ആയല്ലോ വിചാരിച്ചു കേട്ടോ. അങ്ങനെ മീൻ നമ്മളിരിക്കുന്ന അവിടെ മീനൊന്നും കിട്ടില്ല കേട്ടോ, ടൗണിലേക്ക് തന്നെ വരണം. പിന്നെ ചേച്ചി ചക്ക വന്നപ്പോൾ അത് എല്ലാവരും കൂടെ ഇരുന്ന് കഴിക്കുമായിരുന്നു കേട്ടോ. അങ്ങനെ എല്ലാവരും അത് കുറച്ച് കേടും കുറച്ച് നല്ല നല്ല മധുരമുള്ള ചക്കയായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ മീൻ നമ്മുടെ റോസ് മീനുണ്ടല്ലോ അതാട്ടോ 1/2 കിലോ വാങ്ങിച്ച് വന്ന്. പിന്നെ ചോറ് ഇതാ റെഡി ആയിട്ടുണ്ട്. അങ്ങനെ മീനും പിന്നെ മീൻ കറിയും വെച്ച് കുറച്ച് വറുക്കാനും വെച്ചു കേട്ടോ. പിന്നെ കുടിവെള്ളം പിടിക്കണം, മോട്ടർ ഇട്ടിട്ട് കുടിവെള്ളമൊക്കെ പിടിച്ചു. അങ്ങനെ നമ്മുടെ വന്നപ്പോൾ തുടങ്ങിയ പണി തന്നെയായിരുന്നു കേട്ടോ. പിന്നെ അങ്ങനെ ഇനിയിപ്പോൾ പണിയൊന്നുമില്ല. അതാ മീനായി, ചോറായി, കറിയായി കേട്ടോ. ഇനി കഴിക്കുക, കിടന്നുറങ്ങുക, അത്രേ ഉള്ളൂ. അപ്പോൾ കിടക്കുമ്പോൾ 11 മണിയായി കേട്ടോ. പിന്നെ ഇനി നാളെ കുട്ടികളെല്ലാവരും സ്കൂളിലേക്ക് പറഞ്ഞയക്കണം. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് അടിക്കാൻ മറക്കണ്ട കേട്ടോ ചെന്തോളൻ. അങ്ങനെ ആ ചക്ക പകുതി നല്ല ചക്കയും പകുതി കേടുമായിരുന്നു കേട്ടോ. എന്നാലും കുറച്ചൊക്കെ കഴിക്കാൻ കിട്ടി. നല്ല തേന് പോലെ മധുരം ഉണ്ടായിരുന്നു കേട്ടോ, പറയാനില്ല, നല്ല മധുരമായിരുന്നു. പിന്നെ ഒരു ഭാഗം കേട് വന്നതിലാണ് ഒരു ഇത്തിരി ഇതായിപ്പോയി. നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം കേട്ടോ, അത്രേ ഉള്ളൂ. നല്ല വീഡിയോ ആയിട്ട് പിന്നെ കാണാം. ബൈ.